നമുക്കിന്ന് ഒരു പുഡിംഗ് നോക്കിയാലോ? വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ബനാന പുഡിംഗ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ബനാന പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. വലിയ നേന്ത്രപ്പഴമാണ്. ഇത് നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പഴമാണ്. ഇനി നമുക്ക് ഒരു ചട്ടി വെക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ട് നമുക്കിനി മുറിച്ച് വെച്ച പഴം ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഇത് ഇട്ടെടുത്ത് ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചട്ടിയിലേക്ക് തന്നെ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാവും ടേസ്റ്റ്. എൻ്റെ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് പാൽപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്റ്റൗവ് കത്തിച്ച് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പാൽപ്പൊടിയൊക്കെ ഇട്ട കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എടുക്കാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് ചേർത്ത് കട്ടല്ലാതെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലിലേക്ക് ഈ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി മിക്സായി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കട്ടിയായി വരുന്നുണ്ട്. ഇനി നമ്മൾ വാട്ടി വെച്ച പഴം ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്താൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണമെങ്കിൽ കുഴപ്പമില്ല. ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറി വന്നാൽ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇതേപോലത്തെ ബൗളാണ് എടുത്തിരിക്കണം. ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ സിമ്പിളാവും. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിംഗാണ്. ഇതൊരു മണിക്കൂർ ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിംഗാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിംഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബായ്.